രാമായണം നമ്മുടെ മുന്നിൽ വലിയൊരു കഥയുടെ ചക്രവാളം പ്രദർശിപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യന്തം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതിലെ ഋഷി സാന്നിധ്യമാണ്. പക്ഷെ മഹാഭാരതത്തിൽ നമ്മൾ അങ്ങനെ നോക്കിയാൽ ഋഷിമാർ ധാരാളം ഉണ്ട് മഹാഭാരതത്തിൽ. പക്ഷെ അവരൊക്കെ ഈ കഥാഗാത്രത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിലുള്ള നിർണായക ഘട്ടത്തിൽ ഇടപെടലുകൾ നടത്തുന്നില്ല. വ്യാസൻ ചില നിർണായക ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. വ്യാസൻ മഹാഭാരതത്തിലെ വെറും ഋഷിയല്ലല്ലോ. ആ വംശപരമ്പരയുടെ നിലനിൽപ്പിന് വേണ്ടി വേണ്ട സമയത്ത് അതിനകത്ത് ഇടപെടൽ നടത്തുകയും അതിൽ പിൽക്കാലത്ത് ജനിച്ച രാജാക്കന്മാരുടെ പിതാവായിരിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹം ആ പിതൃത്വം ഒട്ടും ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ആ പിതൃത്വത്തിന് വേണ്ടി അതിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് സത്യം. അതുകൊണ്ട് തന്നെ വ്യാസന്റെ സാന്നിധ്യത്തെ നമ്മൾ ഒരു ഋഷി സാന്നിധ്യമായിട്ട് മാത്രമല്ല മഹാഭാരതത്തിൽ കാണേണ്ടത്. പക്ഷെ രാമായണത്തിൽ ആദ്യന്തം ഋഷി സാന്നിധ്യമുണ്ട്. അനേകം ഋഷിമാർ മഹാഭാരതത്തിൽ. ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസിഷ്ഠന്റെ സാന്നിധ്യം. വസിഷ്ഠന്റെ പൂർവ്വകഥയെക്കുറിച്ചൊന്നും രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പറയുന്നൊന്നുമില്ല. ആ പൂർവ്വകഥ എന്താണ്, വസിഷ്ഠൻ എങ്ങനെയാണ് ജനിച്ചത്, ആരുടെ മകനായിട്ട് ജനിച്ചു, എങ്ങനെ അദ്ദേഹത്തിന്റെ വളർച്ച എങ്ങനെ, അതൊന്നും പറയുന്നില്ല. വസിഷ്ഠൻ അതിൽ പ്രത്യക്ഷപ്പെടുന്നത് രാജഗുരുവായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇക്ഷ്വാകു വംശത്തിന്റെ എത്രയോ കാലം മുമ്പേ ഉള്ള ഗുരുവാണ്. ദിലീപന് സന്തതികൾ ഉണ്ടാവാതെ ഇരിക്കുമ്പോൾ ദിലീപനും പത്നിയും നേരെ വസിഷ്ഠന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അത് രാമായണത്തിലില്ല, മറ്റ് പുരാണങ്ങളിലാണുള്ളത്. പക്ഷെ അതിനെ ഏറ്റവും കാവ്യാത്മകമായി നമ്മളുടെ മുന്നിൽ എത്തിച്ചത് കാളിദാസനാണ്. രഘുവംശത്തിലെ മനോഹരമായ ഒരു അധ്യായമാണത്. ദിലീപൻ സന്തതികളില്ലാതെ വല്ലാതെ പരിതപ്തനായിരിക്കുന്ന സമയത്ത്, വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയുമായി വസിഷ്ഠന്റെ ആശ്രമത്തിലാണ് ചെല്ലുന്നത്. എനിക്ക് സന്തതികളില്ല എന്ന് പറഞ്ഞിട്ട് വസിഷ്ഠനാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത്. നീ ഇവിടെ വ്രതനിഷ്ഠയോടുകൂടി ഭാര്യയോടുകൂടി താമസിച്ചിട്ട് നീ ഇവിടുത്തെ പശുവിനെ, വസിഷ്ഠന് വിശിഷ്ട പശുവായിട്ടുള്ള കാമധേനുവും അവളുടെ മകൾ നന്ദിനിയും ഒക്കെ ഉണ്ടായിരുന്നു. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള സംഘട്ടനത്തിലൊക്കെ ഈ പശുക്കൾ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പശുവിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ. അതൊക്കെ മറ്റ് കഥകൾ, അതൊക്കെ മറ്റു കഥകൾ, അതിലേക്കല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ദിലീപനെ ഉപദേശിച്ചിട്ട് ദിലീപൻ ഈ പശുവിനെ പരിചരിച്ചിട്ടാണ് അദ്ദേഹത്തിന് സന്തതി ജനിക്കുന്നത്. അത് നമ്മൾ രാമായണ കഥയുടെ പൂർവ്വകഥയായി പരിഗണിച്ചാൽ രാമായണത്തിൽ ശരിക്കും പറഞ്ഞാൽ ദശരഥൻ എന്ന രാജാവിൻ്റെ വംശപരമ്പര നിലനിൽക്കുന്നതിനിടയാക്കിയത് വസിഷ്ഠനാണ്. അദ്ദേഹം തലമുറകളെ കടന്നും ജീവിക്കുന്നു. പുരാതന ഋഷിമാരുടെ വയസ്സൊന്നും നമുക്കങ്ങനെ നിർണ്ണയിക്കാൻ സാധ്യമല്ല. ഇവരൊക്കെ ഒരേ ആളായിരുന്നോ എന്നൊക്കെ പാശ്ചാത്യർക്ക് സംശയമുണ്ട്. പാശ്ചാത്യർ ഗവേഷണം നടത്തുമ്പോൾ അവർ അമ്പരന്ന് പോകാറുണ്ട്. ഈ കവിയെ തന്നെ ഏതാണ്ട് 2, 3, 4, 5 തലമുറ മുമ്പുള്ള ഒരാളുടെ മുമ്പിൽ ഇതേ ഋഷിയെ തന്നെ കാണുന്നു. അയാളെ തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം വേറൊരിടത്ത് കാണുന്നു. അദ്ദേഹത്തെ ഇനിയും കുറേ കാലം കഴിഞ്ഞ് മറ്റൊരിടത്ത് കാണുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ഇത്ര ആയുസ്സോ എന്ന് ശങ്കിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഋഷിയായി തീർന്നാൽ അയാൾക്ക് എത്ര ദീർഘകാലവും ജീവിച്ചിരിക്കാം എന്ന് ഭാരതീയർ വിശ്വസിക്കുന്നുണ്ട്. എന്തിന്, ഈ അടുത്ത കാലത്ത് ഹിമാലയ പര്യടനം നടത്തിയിട്ടുള്ള ആളുകൾ വരെ പറയുന്നത് 800 വയസ്സുള്ള സന്യാസിമാരെ കണ്ടു എന്നാണ്. നമ്മുടെ യുക്തിബോധം അത് വിശ്വസിക്കാൻ നമ്മളെ ചിലപ്പോൾ അനുവദിക്കുന്നുണ്ടാവില്ല. എങ്കിലും നമ്മൾ ഈ കഥയിൽ അങ്ങനെ എത്രയോ തലമുറകളുടെ ഗുരുനാഥനായി വസിഷ്ഠനെ നമുക്ക് കാണാം. നമ്മളിവിടെ വസിഷ്ഠനെ ആദ്യം കാണുന്നത്, വസിഷ്ഠൻ ഈ പുത്രകാമേഷ്ടി യാഗം നടക്കുന്നതിന് മുമ്പ് ദശരഥന് സന്തതികളില്ല എന്ന നിലയിൽ അദ്ദേഹവും ദുഃഖിച്ചു. സന്തതികളില്ല, 3 പത്നിമാർ, പക്ഷേ സന്തതികളില്ല. അപ്പോഴൊക്കെ ദശരഥന് വളരെ വയസ്സായിരിക്കുന്നു. അദ്ദേഹത്തിന് സന്തതികൾ ഇല്ലാതാവാനുള്ള കാരണം അദ്ദേഹത്തിന് ലഭിച്ച ശാപമാണ്. ആ ശാപത്തിൻ്റെ കഥയൊക്കെ വാൽമീകി രാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും ധാരാളം കഥകളും അതിനെ ഉപജീവിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ സങ്കടകരമായിട്ടുള്ള കഥ. അപ്പോൾ അങ്ങനെ കുട്ടികളില്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വസിഷ്ഠനാണ് ഉപദേശിക്കുന്നത്, നീ പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തണമെന്നും ആ പുത്രകാമേഷ്ടി എന്ന യാഗം നടത്താൻ ഇഷ്യശൃംഗൻ എന്ന ഋഷിയെ കൊണ്ടുവരണമെന്നും. ഇഷ്യശൃംഗൻ മലയാളികൾക്ക് നല്ല പരിചിതനാണ്. എങ്ങനെയാണ് ഋഷ്യശൃംഗനെ മലയാളികൾക്ക് പരിചയം? വൈശാലി എന്ന ചലച്ചിത്രത്തിലൂടെ ആ കഥ, ഋഷ്യശൃംഗന്റെ കഥ നമ്മൾ വളരെയധികം കേരളത്തിലുള്ള സാമാന്യ ജനങ്ങൾ മുഴുവൻ കണ്ടു. ആ മുനിയാണ് കൊണ്ടുവരുന്നത്, ആ ഋഷ്യശൃംഗനെയാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടാണ് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തുന്നത്. അപ്പോൾ ആ യാഗം നടത്താൻ അതിന് ദശരഥനെ പ്രേരിപ്പിക്കുന്നത് വസിഷ്ഠനാണ്. രാമായണ കഥയിൽ ഉടനീളം വസിഷ്ഠൻ ഉണ്ടെങ്കിലും
വസിഷ്ഠൻ എങ്ങനെ രംഗത്തേക്കിറങ്ങി അതികഠിനമായി ഏതെങ്കിലും സംഭാഷണങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് വിച്ഛിന്നാഭിഷേകത്തിന്റെ സമയത്താണ്, രാമന്റെ അഭിഷേകം മുടങ്ങുന്ന സമയത്താണ്. അല്ലാത്തപ്പോഴൊക്കെ വളരെ അദ്ദേഹം എപ്പോഴും തിരശീലയ്ക്ക് പിന്നിലാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനും ഉപദേശത്തിനും അനുസരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത്. ദശരഥന്റെ സദസ്സിൽ മന്ത്രിമാരുള്ളപ്പോൾ, അതിൽ സുമന്ത്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുള്ളപ്പോൾ ഇർത്തിക്കുകളായിട്ടുള്ള 2 മന്ത്രിമാരുണ്ട്. അതിലൊന്ന് വസിഷ്ഠനാണ്. അപ്പൊ ഈ 2 ഇർത്തിക്കുകൾ, ഋഗ്വേദം, വേദമന്ത്രങ്ങൾ, വേദജ്ഞന്മാരായിട്ടുള്ള 2 പേർ, അവർ രാജ്യകാര്യങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിലും രാജാവിനെ ഉപദേശിക്കുന്നു. ഭരണത്തിന്റെ നിത്യനൈമിത്തിക കാര്യങ്ങളിൽ ഈ സുമന്ത്രനാണ് ഉപദേശം നടത്തുന്നത്. ആ തരത്തിലാണ് രാമായണത്തിൽ അതിനെ വിഭജിച്ചിരിക്കുന്നത്. നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ആ കാലത്തെ ഭരണ സംവിധാനം, ആ കാലത്ത് പൗരോഹിത്യത്തിനും രാജാധിപത്യത്തിനും ഒരുപോലെ ഏതാണ്ട് പ്രാധാന്യമുണ്ടായിരുന്ന സമയത്ത് ആ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യം അതിലേക്ക് കയറി വരുന്നത് വസിഷ്ഠനിലൂടെയും മറ്റൊരു ഋത്വിക്കായിട്ടുള്ള ഋഷിയിലൂടെയുമാണ്. 2 പേരാണ് അവിടെ അത്തരം ഉപദേശങ്ങൾ നൽകാൻ സന്നിഹിതരായിട്ടുള്ളത്. രാമായണത്തിൽ മറ്റനേകം മഹർഷിമാരുണ്ട്. വിശ്വാമിത്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ്. വിശ്വാമിത്രൻ സാന്നിധ്യമാവുന്നത് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള കുടിപ്പക എന്നത് വളരെ വിപുലമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അത് രാമായണത്തിൽ അത്ര വിശദമായി പ്രതിപാദിക്കുന്നില്ല. പക്ഷേ എന്നാൽ അവർ തമ്മിൽ വലിയൊരു കുടിപ്പകയുണ്ടായിരുന്നു. വിശ്വാമിത്രൻ രാജാവായിരുന്നല്ലോ. അദ്ദേഹം വസിഷ്ഠനോട് അകൽച്ചയുണ്ടായി, യുദ്ധമുണ്ടായി, പരാജയമടയുമ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ഋഷിയായി തീരാൻ വേണ്ട പരിശ്രമമാണ് പിന്നെ നടത്തുന്നത്. അങ്ങനെ ആയിത്തീരുകയും ചെയ്യുന്നു. വസിഷ്ഠനോളം പ്രാധാന്യമുള്ള വേറൊരു സ്ഥലത്ത് വസിഷ്ഠനേക്കാൾ അധികം പരിഗണന ലഭിക്കുന്ന ഋഷിയായി മാറുന്നു. വിശ്വാമിത്രന്റെ സാന്നിധ്യം രാമായണത്തിൽ വളരെ നിർണായകമായ തുടക്കത്തിൽ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹമാണ് യാഗരക്ഷയ്ക്ക് വേണ്ടി രാമനെയും ലക്ഷ്മണനെയും കൗമാരക്കാരായിട്ടുള്ള അവരെ വിളിച്ചുകൊണ്ടു പോകാൻ തയ്യാറാവുന്നത്. അവിടെ ചെല്ലുമ്പോൾ ദശരഥന് ആധി ഉണ്ടാവുന്നുണ്ട് മക്കളെ പറഞ്ഞയക്കാൻ. എത്ര കാലം കാത്തിരുന്നിട്ട് ലഭിച്ച കുഞ്ഞുങ്ങളാണ്. അവരങ്ങോട്ട് പഠിച്ചു വളർന്നു വരുന്നതേ ഉള്ളൂ. അവരായുധമെടുത്ത് പെരുമാറാൻ ആയിട്ടുണ്ടോ എന്ന് ബോധ്യമായിട്ടില്ല. ആ സമയത്താണ് വിശ്വാമിത്രൻ ചെന്ന് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ആധി ഉണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ ആധിയെ പരിഹരിക്കുന്നത് വസിഷ്ഠൻ ഇടപെട്ടിട്ടാണ്. അയക്കൂ, ഇതുകൊണ്ട് ഗുണമേ ഉണ്ടായി വരൂ എന്ന് പറഞ്ഞിട്ടാണ് അയക്കുന്നത്. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിട്ട് വളരെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നു. അവിടെ താടകാവധം നടക്കുന്നു, അഹല്യാമോക്ഷം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് സീതാ സ്വയംവരം നടക്കുന്നു. അത്രയും സമയത്തെല്ലാം വിശ്വാമിത്രനുണ്ട്. വസിഷ്ഠൻ സീതാ സ്വയംവരത്തിനായിട്ട് ദശരഥന്റെ കൂടെ മിഥിലയിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്ന ഒരു ഋഷി പരശുരാമനാണ്. പരശുരാമൻ ഭൃഗു മഹർഷിയുടെ മകനാണല്ലോ. പക്ഷേ ക്ഷിപ്രകോപിയും തപസ് 1000 ആണ്ടുകൾ തപസ് ചെയ്ത് ആർജിക്കുന്ന ബലം മുഴുവൻ ഈ തിരിച്ച് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെയും 1000 ആണ്ടുകൾ തപസ്സിനായി പോകുന്ന ഒരു പ്രത്യേകതരം സ്വഭാവക്കാരനാണ്. മഹാഭാരതത്തിലുമുണ്ട്, രാമായണത്തിലുമുണ്ട്. ചിരഞ്ജീവികളാണ് അവരൊക്കെ. വിശ്വാമിത്രനുണ്ട്. അത് കഴിഞ്ഞിട്ട് പരശുരാമൻ വരുമ്പോൾ പരശുരാമനും ശ്രീരാമനെ വഴിയിൽ തടഞ്ഞിട്ട് ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിച്ചിട്ട് ഇയാള് ത്രയംബകം വില്ലൊടിച്ചിട്ടാണ് വരുന്നത്. എൻ്റെ ഗുരുവായ പരമശിവന്റെ വില്ലൊടിച്ചിട്ട് വരുന്ന ഇയാളെ തടഞ്ഞ് ഇയാളുടെ അഹങ്കാരം തീർത്തിട്ടേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അവിടെയൊക്കെ നമ്മൾ കൂടെ വസിഷ്ഠ മഹർഷിയുണ്ട്. പക്ഷെ അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചിട്ടൊന്നും ഒരു ശാന്തതയും ഉണ്ടാകുന്നില്ല. അപ്പോൾ രാമൻ എന്നാൽ ഞാൻ യുദ്ധം ചെയ്തേക്കാമെന്ന് തീരുമാനിക്കുക ചെയ്യുന്നത്. ഞാനൊരു ബാലനശക്തനെന്നാകിലും മാനിയാം എന്നോട് താതനെ ഓർക്ക നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും സംയമത്തോടുകൂടി രാമന്റെ ജീവിതത്തിലുടനീളം സ്വർഗാരോഹണം വരെയുള്ള സമയത്തിൽ രാമൻ പുലർത്തിയിരുന്ന സംയമം ആ കുട്ടിക്കാലത്ത് തന്നെ പ്രകടമാണ്. അവിടെ വെച്ച് പരശുരാമനോട് കയർക്കുകയല്ല ചെയ്യുന്നത്. അങ്ങേക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യാം എന്നാണ്. ആ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന സ്ഥലത്ത് പരശുരാമനുണ്ട്. ആ പരശുരാമൻ ഒരു ഋഷിയാണ്. അദ്ദേഹത്തിന്റെ സത്തയും ചൈതന്യവും എല്ലാം ശ്രീരാമനിലേക്ക് പകർന്നിട്ടാണ് അപ്രത്യക്ഷനാവുന്നത്. തിരിച്ചു വീണ്ടും വനവാസത്തിലേക്ക് പോകുമ്പോൾ അരണ്യകാണ്ഡത്തിലെത്തുമ്പോൾ എത്രയാണ് ഋഷിമാർ. അരണ്യകാണ്ഡത്തിൽ ചെല്ലുമ്പോൾ ശ്രീരാമനെ സ്വീകരിക്കാൻ ഋഷിമാർ,
ശ്രീരാമനെ സൽക്കരിക്കാൻ ഋഷിവാടത്തിലാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ രാമായണം ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ യുദ്ധകാണ്ഡത്തിലെത്തുമ്പോൾ യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന ശ്രീരാമനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നത് അഗസ്ത്യനാണ്. അഗസ്ത്യൻ ആദ്യം തന്നെ ആരണ്യകാണ്ഡത്തിലും വരുന്നുണ്ട് കേട്ടോ. ആരണ്യകാണ്ഡത്തിൽ വന്ന് ശ്രീരാമനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശ്രീരാമൻ തളർന്നു നിൽക്കുമ്പോൾ അഗസ്ത്യൻ വന്നിട്ട് നമ്മളുടെ ആളുകൾ നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന, അങ്ങനെ നിത്യവും പാരായണം ചെയ്താൽ ഭയവും ആശങ്കയും സന്ദിഗ്ധതയും എല്ലാം ഒഴിയും എന്ന് ഫലശ്രുതിയുള്ള അഗസ്ത്യപ്രവേശവും ആദിത്യസ്തുതിയും എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ആദിത്യസ്തുതിയിൽ സൂര്യനെയാണ് സ്തുതിക്കുന്നത്. സന്താപനാശകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ എന്നു പറഞ്ഞ് അദ്ദേഹം സൂര്യന്റെ വിവിധ ഗുണഗണങ്ങളെ കീർത്തിച്ചിട്ട് ശ്രീരാമന് ബലം കൊടുത്തിട്ടാണ് പോകുന്നത്. ആ ബലം ആദിത്യപ്രവേശവും അഗസ്ത്യപ്രവേശവും ആദിത്യസ്തുതിയും എന്ന ആ ശ്ലോകം ഉണ്ടല്ലോ, ആ ഭാഗമുണ്ടല്ലോ, അതിൽ സൂര്യന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത് ഇന്നത്തെ നമ്മളുടെ ശാസ്ത്ര സത്യങ്ങൾ ആവിഷ്കരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഗുണങ്ങളാണ്. വാരമാസ ഋതു സംവത്സര കൽപ്പാതി കാരകനായതും സൂര്യൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞിട്ട്, ഇവൻ രാത്രിയും പകലും നമുക്ക് സൃഷ്ടിച്ചു തരുന്നു, വാരം മാസം ഋതു കൽപ്പം എല്ലാം ഇവനാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് വാൽമീകിയുടെ സാന്നിധ്യം, ഏറ്റവും ഒടുവിൽ സീതയുടെ അന്തർധാനം വരെ വാൽമീകിയുടെ സാന്നിധ്യം. അങ്ങനെ ശ്രീരാമന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഋഷി സാന്നിധ്യം, ആ ഋഷി സാന്നിധ്യത്തിലാണല്ലോ ശ്രീരാമൻ സ്വർഗാരോഹണത്തിന് തീരുമാനിക്കുന്നത്. ആ തരത്തിലെല്ലാമുള്ള ഋഷി സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു കൃതി കൂടിയാണ് രാമായണം. നമ്മൾ അതിൻ്റെ ഓരോ ഋഷിയും രാമായണത്തിൽ എന്താണ് അതിൻ്റെ കൃത്യമായി നിർവഹിച്ചത് എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഈ ഋഷി സാന്നിധ്യത്തെ നമ്മൾ കാണാതെ ഇരുന്നുകൂടാ.